ഹായ് ഓൾ. നമ്മൾ ഇൻകം ടാക്സിനകത്ത് എല്ലാവരും പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എല്ലാ സ്റ്റുഡൻസും അങ്ങനെ പറയണമെന്ന് അറിയില്ല. PGBP ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിനകത്തും ഇന്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കിനകത്തും ഏറ്റവും ബുദ്ധിമുട്ട് ഇൻകം ടാക്സ് ആണ്. അതിനകത്ത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എളുപ്പമാണ്. ആക്ച്വലി PGBPയുടെ എല്ലാ പ്രോസസ്സിംഗും വർക്കിങ്ങും എല്ലാം എളുപ്പമാണ്. കാരണം നമ്മൾ ഇത്രയും നാളും നമ്മൾ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സുമായിട്ടുള്ള കമ്പാരിസൺ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മനസ്സിലായോ? ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെയാണ്. അതായത് ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ഓരോ സെക്ഷൻസും ഓരോ റൂളും പഠിക്കുന്ന നേരത്ത് അതിനെ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. അതായത് അതിനകത്ത് എടുക്കൂ അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ എന്നൊന്ന് കമ്പയർ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്പർ 2, നിങ്ങൾ ഭാവിയിൽ ഈ പറയുന്ന പോലെ CMA ഹോൾഡേഴ്സ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിക്കകത്ത് കയറി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് അപ്പോൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ കാര്യത്തിനകത്ത് എല്ലാത്തിനകത്തും ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് വരുന്നത് ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡ് തന്നെ. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ സാലറിക്ക് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതേപോലെ തന്നെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്ന നേരത്ത് അല്ലെങ്കിൽ അവർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ PGBP എന്ന് പറയുന്ന ഹെഡ് മനസ്സിലാക്കി വെച്ചേ പറ്റും. നമ്പർ 1. നമ്പർ 2, ഇത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഫൈനലിലോട്ട് കിടക്കുന്ന നേരത്ത് കമ്പനിയുടെ അസസ്മെന്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഫേമിന്റെ അസസ്മെന്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഏതൊരു അസസ്മെന്റ് ആണെങ്കിലും ശരി, അവിടെ ഈ പറഞ്ഞ PGBP എന്ന് പറയുന്ന ഹെഡിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതിന്റെ ബേസ് തന്നെ ഈ പറയുന്ന ഹെഡാണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിനകത്തോട്ട് പോകണം. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നതിനകത്ത് താൽക്കാലികമായിട്ട് ആ പ്രൊഫഷൻ എന്ന് പറയുന്ന വീട് ഞാൻ മാറ്റി വെക്കുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പ്രൊഫഷന്റെ പുറകെയല്ല പോണേ, നമ്മൾ ഒരു ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നോർമലി ആസ് എ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു P&L അക്കൗണ്ട് സെറ്റ് ആക്കണം. ആ P&L അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഏതിലോട്ട് എത്തണം? നമ്മുടെ ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് എത്തണം. ഓക്കെ, ഈ ചാപ്റ്ററിനെ പ്രത്യേകത അത് തന്നെ ഉള്ളൂ. അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ആ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ടാക്സബിൾ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം ഉള്ള നെറ്റ് പ്രോഫിറ്റ് അല്ല നമ്മുടെ ടാക്സബിൾ നെറ്റ് പ്രോഫിറ്റ്, രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സോ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ അങ്ങനെ പഠിക്കുന്ന നേരത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ചാർജ്. ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് സെക്ഷൻ 28-നകത്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. That means, okay, the following incomes are chargeable to tax under the head profit and gains of business or profession. മനസ്സിലായോ? സോ ഓർത്തിരിക്കുക, സെക്ഷൻ നമ്പർ 28 തൊട്ടാണ് ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണേ. സെക്ഷൻ 28-നകത്ത് നമ്മളോട് പറയുന്നത് എന്തൊക്കെ ഇൻകംസ് ആണ് ചാർജബിലിറ്റി എന്ന് പറയും. ഏതൊക്കെ ഇൻകംസ് ആണ് PGBP പ്രകാരം എന്ത് ചെയ്യാൻ പോകുന്നത്? ടാക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. നോർമൽ കേസിനകത്ത് പറയുന്നത് പോലെ നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ അത് തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് എന്താണോ അത് തന്നെയാണ് ഏത് ചെയ്യാൻ പോകുന്നത്? നമ്മളെ ഇവിടെ ചാർജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ അകത്ത് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക അല്ലെ. ആ കണ്ടുപിടിച്ച പ്രോഫിറ്റിനെ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് എടുത്തു വെക്കുക. സോ ഇവിടെ പറയുന്ന അത് തന്നെയാണ്, നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണോ അതിനെ നമ്മൾ ഈ ഹെഡിനകത്തോട്ട് ചാർജ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്ന നേരത്തെ ആദ്യത്തെ സ്റ്റെപ്പോട് കൂടി അതിന് രണ്ടിനും വരുന്ന കാര്യം അങ്ങ് അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെ അല്ലെങ്കിൽ നിങ്ങളൊരു +1 തൊട്ട് നിങ്ങൾ P&L അക്കൗണ്ട് വരയ്ക്കാൻ തുടങ്ങിയതാണ് അല്ലെ. സോ ആ ഒരു P&L അക്കൗണ്ടിനകത്ത് ഇതുവരെ നിങ്ങൾ എന്ത് ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല, ഇനി പറയാൻ പോകുന്ന ഇൻകംസ് ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ കുറച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിൽ കാണാം. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ഹെഡിനകത്ത്, ഏത് ഹെഡിനകത്ത്? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കണം. സോ നമ്പർ 1 സീരിയലി ചെയ്യുമ്പോൾ നമ്പർ 1 നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതുകൊണ്ട് വരും. ഓക്കെ, ആൻഡ് നമ്പർ 2, okay, any compensation received by a person holding an agency in connection with the termination of agency or modification of any terms and conditions relating to it.
അതായത് ഈ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറയുന്ന രീതിക്കകത്ത് ഒരു ഏജൻസി സർവീസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ സോ ആ ഏജൻസി നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ ഏജൻസിയുടെ എഗ്രിമെന്റിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അതും ഏതിന്റെ കോൺസെപ്റ്റിൽ തന്നെ കൊണ്ടുവരണം ഈ പറയുന്ന ബിസിനസിന്റെ ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം മനസ്സിലായോ ആൻഡ് ദ തേർഡ് വൺ any compensation received or receivable whether revenue or capital okay revenue or capital look important ആണ് revenue or capital അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ ആസ് പെർ P&L അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള P&L അക്കൗണ്ടിനകത്ത് തീർച്ചയായിട്ടും റവന്യൂ നാച്ചുറൽ ഐറ്റംസ് മാത്രമേ വരുള്ളൂ അല്ലെ ക്യാപിറ്റൽ നാച്ചുറൽ ഉള്ള ഒരു ഐറ്റവും ഇതിനകത്ത് വരില്ല ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് വരില്ല വരുന്ന സാലറി ആണെങ്കിലും റെന്റ് ആണെങ്കിലും റൈറ്റ്സ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും വേജസ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം റവന്യൂ നാച്ചുറൽ ഐറ്റംസ് ആണ് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് എഴുതുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല നോക്കി any compensation received or receivable whether revenue or capital in connection with the termination or modification of the terms and conditions of any contract relating to its business shall be taxable as business income നേരത്തെ ഏജൻസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് കോൺട്രാക്റ്റിനെ കുറിച്ചാണ് മനസ്സിലായോ സോ കോൺട്രാക്ട് മുഖേന കയറി വരുന്ന ഏതൊരു ഇൻകം ആണെങ്കിലും അത് ഈ പറഞ്ഞതുപോലെ റവന്യൂ ആണെങ്കിലും ശരി ക്യാപിറ്റൽ ആണെങ്കിലും ശരി അതും എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം ഓക്കെ അതായത് ഈ പറയുന്ന ഹെഡിനകത്ത് കയറി വരുന്നത് നിങ്ങളുടെ P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് മാത്രമല്ല ഓക്കെ ആ നെറ്റ് പ്രോഫിറ്റ് വരും ഏജൻസിയിൽ നിന്ന് കിട്ടുന്നത് വരും ഈ പറയുന്നത് പോലെ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്നത് വരും ഫോർത്ത് വൺ ഇൻകം derived from a income derived by a trade professional or similar association from specific services performed for its members okay എങ്ങനെയായിരുന്നു ഇൻകം derived by a trade or professional or similar association ഈ പറയുന്ന ഏതെങ്കിലും അസോസിയേഷൻസിന് കിട്ടുന്നത് from specific services performed for its members okay അവരുടെ മെമ്പേഴ്സിന് വേണ്ടി പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും സ്പെസിഫിക് പെർഫോമൻസിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുവാണെങ്കിൽ ആ അസോസിയേഷൻ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം and next one the value of any benefits or perquisites whether convertible into money or not arising from business or the exercise of a profession മനസ്സിലായോ എങ്ങനെ the value of any benefits or perquisites whether convertible into money or not arising from business or the exercise of the profession അതായത് ഈ പറയുന്ന പോലെ ബിസിനസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷന്റെ അടിസ്ഥാനത്തിലോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കേ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഏതായിട്ട് ട്രീറ്റ് ചെയ്യാം നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം അടുത്തത് any interest salary bonus commission or remuneration received by a partner from firm okay to the extent allowed under section 40b അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി നമുക്കത് അസസ്മെന്റ് ഓഫ് ഫേം പഠിക്കാനുണ്ട് ആ പഠിക്കുമ്പോൾ നേരത്തെ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു any interest salary bonus commission or remuneration that means ഈ ഫേമിന്റെ പാർട്ട്നേഴ്സിൽ നിന്ന് കിട്ടുന്നത് എന്ത് ഇൻകം ആണെങ്കിലും ആയിക്കോട്ടെ ഓക്കേ ആ കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ ഏത് പ്രകാരം സെക്ഷൻ 40 സബ്സെക്ഷൻ അല്ലെങ്കിൽ ക്ലോസ് ബി പ്രകാരം ഉള്ളതാണെങ്കിൽ അതായത് അവിടെ രണ്ട് രീതിയിലാണ് പറഞ്ഞത് ചിലതിനെ ഫേമിന്റെ ഇൻകം ആയിട്ടും ചിലതിനെ ഈ പറയുന്നത് പോലെ പാർട്ട്നേഴ്സിന്റെ ഇൻകം ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യും അത് നമുക്ക് ആ സെക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം സോ പറഞ്ഞ കാര്യം ഇവിടെ PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് സെക്ഷൻ 28 പ്രകാരം ഏതൊക്കെ ഇൻകങ്ങളാണ് എന്താവണേ ടാക്സബിൾ ആവണേ ഈ ഹെഡിനകത്ത് ടാക്സബിൾ ആവണേ അതിനകത്ത് ആദ്യം പറഞ്ഞത് ഇത്രയും നമ്മൾ പഠിച്ച ഏതാ PGBP യിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ആൻഡ് സെക്കൻഡ് വൺ ഏജൻസിയിൽ നിന്ന് കിട്ടുന്നതാവാം അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് സർവീസസിൽ നിന്ന് കിട്ടുന്നതാവാം ഈ പറയുന്നതെല്ലാം ഏത് പ്രകാരം തന്നെയാണ് പറഞ്ഞത് ഈ ചാർജബിലിറ്റി സെക്ഷൻ 28 പ്രകാരം തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല അടുത്ത കാലത്ത് okay next one any sum received for not carrying out any activity in relation to the business or profession not to share any know-how patent copyright trademark etc അതായത് ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം മാത്രമല്ല ഓക്കേ നിങ്ങളുടെ ഒരു ബിസിനസ് ചെയ്യണ്ട എന്ന് പറയുന്നതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അതിനെ ഏതായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യണം ഈ പറയുന്ന ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം മനസ്സിലായോ സോ നിങ്ങളുടെ പാറ്റന്റ് നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട അല്ലെങ്കിൽ പാറ്റന്റ് നിങ്ങൾ വേറെ ആൾക്ക് ഷെയർ ചെയ്യണ്ട ഓക്കേ അല്ലെങ്കിൽ നിങ്ങളുടെ നോഹോ നിങ്ങൾ വേറെ ആൾക്ക് ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ വേറൊരാൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് തരികയാണെങ്കിൽ ഓക്കേ അതായത് മിസ്റ്റർ എക്ക് പാറ്റന്റ് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ബി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് തരികയാണെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ് ഇൻകം ആണ് മനസ്സിലായോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു ബിസിനസ് ചെയ്യണ്ട വേറൊരാളോട് ഒരു ട്രാൻസാക്ഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ മിസ്റ്റർ ബി മൂന്നാമതൊരാൾ നമുക്ക് ഒരു എമൗണ്ട് തരികയാണെങ്കിൽ അതും നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാം ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം okay and the next one any sum received under keyman insurance policy including bonus okay സാലറിക്ക് അത് പേര് വരുന്ന കീമാൻ ഇൻഷുറൻസ് പോളിസി എന്താണോ അതിൽ നിന്ന് കിട്ടുന്നതും നമുക്ക് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാം നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം
And the next one, any sum received or receivable in cash or kind on account of any capital asset other than land or goodwill or financial instruments being demolished, destroyed, discarded or transferred if the whole of expenditure of such a capital asset has been allowed as deduction under section 35A. 35AD എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഇതിന്റെ കോൺസെപ്റ്റും കൂടെ എന്താണെന്ന് പറഞ്ഞുതരാം. That means ഇൻകം ടാക്സിനകത്തുള്ള ചില സെക്ഷൻസിനകത്ത് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അസറ്റ്സിന് നമുക്ക് അതാത് വർഷങ്ങളിൽ ഫുൾ എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. Okay, so as per section 35AD പ്രകാരം നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ബിസിനസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. Okay, so അങ്ങനെ വാങ്ങിക്കുന്ന നേരത്ത് ഇവിടെ നോക്കി അതിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുത്തു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, any sum received in cash or kind on account of any capital asset other than ഏത് പാടില്ല, ലാൻഡോ ഗുഡ്വില്ലോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സോ പാടില്ല. അതല്ലാതെയുള്ള വേറെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. being demolished, destroyed or discarded or transferred. Okay, അത് നശിച്ചു പോയി അല്ലെങ്കിൽ അത് വേറെ ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്തു. If the whole of the expenditure of such capital asset has been allowed as deduction under section 35A. അതായത് ആ വാങ്ങിക്കുന്ന സമയത്ത് ആ ഫുൾ എമൗണ്ടിനും അല്ലെങ്കിൽ വാങ്ങിച്ചതിന് ശേഷം 35AD പ്രകാരം ആ ഫുൾ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സെക്ഷൻ 35AD പ്രകാരം നിങ്ങൾ ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങിക്കുന്നു. ആ ക്യാപിറ്റൽ അസറ്റിന് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്ത് വാങ്ങിക്കണേ അല്ലെ. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം സാധാരണ ആ 1 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡ് കാണിക്കും. ഇവിടെ അതേപോലെ തന്നെയാണ്, ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡ് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് ചെയ്യാത്തൊരു കാര്യം ഏതാ, ആ ഫുൾ എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അതായത് ആ വാങ്ങിച്ച 35AD പ്രകാരം വാങ്ങിച്ച 1 ലക്ഷം രൂപ ക്യാപിറ്റൽ അസറ്റിനെ ഫുൾ എമൗണ്ട് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായി? അതായത് ആ 1 ലക്ഷം രൂപ ഫുൾ ആയിട്ട് നമ്മൾ എവിടുന്ന് നമ്മുടെ PRL അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ടോ. സോ അങ്ങനെ ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ എടുത്ത ഒരു അസറ്റ് ഭാവിയിൽ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് മീൻസ് അത് ബിസിനസിന്റെ യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വാങ്ങിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് തന്നെ അല്ലെ. സോ ഭാവിയിൽ ഇത് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ സെയിൽ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനെ നിങ്ങൾ ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? നമുക്ക് 35AD എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെച്ചാൽ മതി. ദാറ്റ് മീൻസ് നമ്മൾ ഒരു അസറ്റ് വാങ്ങിക്കുന്നു, ആ അസറ്റ് വാങ്ങിച്ചതിന്റെ ഫുൾ എമൗണ്ടും ഇൻകം ടാക്സ് പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ ആ ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുന്നു. ഭാവിയിൽ അത് സെയിൽ ചെയ്യുന്ന നേരത്ത് ഓക്കെ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, any profit or gains arising from conversion of inventory into capital asset or its treatment as capital asset shall be charged as a business income. For this purpose, fair market value on the date of conversion of the asset shall be deemed to be the income. അതായത് നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു അസറ്റ് ഓക്കെ, അത് നിങ്ങൾ ഭാവിയിൽ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ ഓഫ് ദ അസറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഇൻകം. മനസ്സിലായോ? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ രണ്ട് ഇൻകങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഒന്ന് ഈ പറയുന്നത് പോലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് വരും, കൂടാതെ നിങ്ങളുടെ ബിസിനസ് ഇൻകം ആയിട്ട് വരും. ഓക്കെ, അത് ഈ പോർഷൻ ക്യാപിറ്റൽ ഗെയിനാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ കുറെ ഫർണിച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സോ നിങ്ങളൊരു ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ ഫർണിച്ചർ ട്രേഡിംഗ് കമ്പനിയാണ് നിങ്ങൾ നടത്തുന്നത്. സോ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫർണിച്ചേഴ്സിനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് എടുത്ത് മാറ്റണം. മനസ്സിലായി? എന്നിട്ട് അത് സെയിൽ ചെയ്യുന്ന നേരത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് തന്നെയായിരിക്കും, ബിസിനസ് ഇൻകം തന്നെയായിരിക്കും. ഓക്കെ, അവിടെ രണ്ട് ഇൻകങ്ങളാണ് പറഞ്ഞത്. അതായത് ക്യാപിറ്റൽ അസറ്റിനെ ബിസിനസ്സിലോട്ട് മാറ്റുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം അതിനെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും, ആ അസറ്റിനെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻകം അതിനെ നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഓർത്തിരുന്നാൽ മതി. അതായത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്, അത് നിങ്ങൾ ബിസിനസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് അവിടുന്ന് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തിനെ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ഇൻകം ഫ്രം സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ, നമുക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് ബിസിനസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകവും നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And the income tax law is not concerned with the legality or illegality of a business or a profession. It can therefore be said that the income of a illegal business or profession is also taxable. അതായത് ഇൻകം ടാക്സിന് അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ലീഗൽ ബിസിനസ് ആണോ ഇല്ലീഗൽ ബിസിനസ് ആണോ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻകം ടാക്സിന് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിൽ ഓക്കെ, ആ ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഏത് പ്രകാരം സെക്ഷൻ 28 പ്രകാരം എന്ത് തന്നെയാണ്, ടാക്സബിൾ തന്നെയാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ഇത്രയും നേരം നിങ്ങൾ കേട്ടതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് കണക്ഷൻ വരുന്ന ഏക ഒരു സാധനമാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തത്. ഏതാ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെ? അത് മാത്രമാണ് ഇത്രയും നാള് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പഠിക്കുന്ന നാള് തൊട്ട് നമ്മൾ കേൾക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ്. പക്ഷേ ഇൻകം ടാക്സിലോട്ട് കയറി വരുമ്പോൾ ആ ഒരു ടോപ്പിക് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മാത്രമല്ല നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്നത്, ഏജൻസിയിൽ നിന്ന് കിട്ടുന്നത്, ബിസിനസ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേറ്റന്റോ ട്രേഡ് മാർക്കോ നോമോ ഒക്കെ വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്, കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്നത്, ഈ പറയുന്നതെല്ലാം ആസ് പെർ സെക്ഷൻ 28 പ്രകാരം എന്ത് തന്നെയായിരിക്കും, നമ്മുടെ ബിസിനസിന്റെ ഇൻകം തന്നെയായിരിക്കും. അതായത് ഇതെല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ, നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, മനസ്സിലാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ അല്ല ബിസിനസിന്റെ ഇൻകം ആയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ വരുന്നില്ല എന്നാണ് നോക്കാം. Okay, the income not taxable under the head profit and gains of business or profession. അതായത് 28 പ്രകാരം ഏതൊക്കെയാണ് ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ അല്ല ബിസിനസ് പ്രകാരം ഏതൊക്കെ അല്ല, അല്ലെങ്കിൽ ബിസിനസിന്റെ ഇൻകം എന്ന് പറയുന്നത് ഏതൊക്കെ അല്ല എന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കേ, rent from house property is taxable under section 22 under income from house property even though the assessee is engaged in the business of letting out the properties on rent or such property is held as a stocking rent. Okay, however, where the letting of house supporting the smooth running of the business, then such income shall be taxable under the head. അതായത് ഈ പറയുന്നത് പോലെ നിങ്ങളൊരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റിന് കൊടുത്തിരിക്കുകയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, എങ്ങനെയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി ഓൺ റെന്റ് ഓർ സച്ച് പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ആസ് എ സ്റ്റാർട്ടിംഗ് റെന്റ്, അങ്ങനെയാണെങ്കിൽ പോലും, അതായത് നിങ്ങളുടെ ബിസിനസ് റെന്റിന് കൊടുക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് തന്നെയാണ്, ഈ പറയുന്നത് പോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്. മനസ്സിലായി? ആ രണ്ട് ഡിഫറൻസ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കുറെ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം വാടകയാണെങ്കിൽ പോലും ഓക്കെ, അത് ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എങ്ങനെയായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്മൂത്ത് ബിസിനസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഏതിനകത്തോട്ട് ചാർജ് ചെയ്യാം, ഈ പറയുന്ന പോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്നതിനകത്തോട്ട് ചാർജ് ചെയ്യാം. സോ ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, however were letting out of house supporting the smooth running of the business, then such income shall be taxable under this. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നോർമൽ കേസിനകത്ത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്നതാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന സ്മൂത്ത് റണ്ണിങ്ങിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻഷ്യൽ ടു ബിസിനസ് അങ്ങനെ വേണമെങ്കിൽ പറയാം, മനസ്സിലായി? അല്ലെങ്കിൽ ഒരു ഫർദർനെസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടോ ഒരു ഇൻസിഡൻഷ്യൽ ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ അതിന് നെറ്റ് ഔട്ടിന് കൊടുക്കുന്നതെങ്കിൽ, ആ നെറ്റ് ഔട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ആണ് കിട്ടുന്നതെങ്കിൽ അത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇൻസിഡൻഷ്യൽ ടു ബിസിനസ് ആണെങ്കിൽ മാത്രം നമുക്ക് അതിന് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതർവൈസ് അല്ലാത്ത എല്ലാ കാറ്റഗറിക്കകത്തും അതിന് എങ്ങനെയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? And the next one, dividend on shares is taxable under section 56 subsection 2 clause 1 under the head income from other source even though the assessee deals in shares and such shares are held in stock in trade. അതായത് നമുക്ക് അതർ സോഴ്സിനകത്ത് പഠിക്കാനുള്ള സാധനമാണ്. നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അത് ഷെയർസിൽ നിന്നാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. ആ ഷെയർസ് നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് എടുത്തു വെച്ചതെങ്കിൽ പോലും ആ ഷെയറിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ അതിന് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന പോലെ അതർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, the provision is not applicable in case of investment securities held as stock in trade. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ ആദ്യത്തെ കേസ് ഡിവിഡൻഡിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഏതിന് ബാധകമല്ല. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അത് ഈ പ്രൊവിഷന് ബാധകമല്ല. സോറി, അത് വേറെ റൂളാണ്, നമുക്ക് അത് വഴിയെ പഠിക്കാം. സോ ഇവിടെ നോക്കി, നിങ്ങൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറെ ഷെയർസ്, ഓക്കെ, ആ ഷെയർസിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ പോലും ആ ഡിവിഡൻഡിനെ നിങ്ങൾ അതർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം.
മനസ്സിലായോ? പക്ഷെ അതേ ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ ഏതിന് കൊടുക്കേണ്ടത്. ആ സെക്യൂരിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ, ഇൻട്രസ്റ്റ് കിട്ടും. രണ്ട് ഡിഫറെന്റ് ആണ്. നമുക്ക് അതർ സോഴ്സിനകത്ത് ഡീൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി, അത് എവിടെ ബാധകമല്ല. ഈ പറയുന്ന പോലെ PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് അത് ബാധകമല്ല. And the next one, winning from lottery, races, etc. are taxable under different income from other source, even if such income is derived through a regular business activity. മനസ്സിലായോ? അതായത് കാഷ്വൽ ഇൻകംസ് എന്ന് പറയും. നമുക്ക് ഉണ്ടാവുന്ന ഈ വിന്നിംഗ് ഫ്രം ലോട്ടറി ആണെങ്കിലും റൈസോഴ്സസ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ റെഗുലർ ബിസിനസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മുടെ എന്ത് തന്നെയാണ്, അതർ സോഴ്സിനകത്ത് കയറി വരുന്ന ഇൻകം തന്നെയാണ്. Okay, however, where an assessee deals in lottery tickets and some of the lottery tickets remain unsold, and winning from such unsold lottery ticket shall be treated as incidental to business and taxed under the head PGBP. അതായത് ലോട്ടറി കേസിനകത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് എന്ത് തന്നെയാണ്, അതർ സോഴ്സിനകത്ത് കയറി വരുന്ന ഇൻകം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്നാ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് തന്നെ ലോട്ടറി ബിസിനസ് ആണ്. മനസ്സിലായി? ഈ ലോട്ടറി ബിസിനസ്സിനകത്ത് കുറെ ലോട്ടറികൾ സെയിൽ ചെയ്യാതെ അൺസോൾഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അത് ഏത് ഹെഡിനകത്ത് തന്നെ കാണിക്കാം, ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് തന്നെ കാണിക്കാം. Once again, നോർമൽ കേസിനകത്ത് ക്യാഷ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ശരി, അത് നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് എന്ത് കിട്ടുകയാണെങ്കിലും ശരി, അത് അതർ സോഴ്സ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറെ അൺസോൾഡ് ആയിട്ടുള്ള ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾക്ക് ലോട്ടറിയുടെ ബിസിനസ് ആണ്, അൺസോൾഡ് ആയിട്ട് ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി, ബിസിനസിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് അടുത്ത. ഓക്കെ, ഞാനിവിടെ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ കുറെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതായത് ഏതൊക്കെ ഇൻകം ആണ് ടാക്സബിൾ ആണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകങ്ങളാണ് ടാക്സബിൾ അല്ലാത്തത്, ഇതെല്ലാം പറഞ്ഞപ്പോൾ കുറെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എന്താ, ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണോ അതിനെ നമ്മൾ എന്തായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ പറയുന്ന PGBP എന്ന് പറയുന്ന ഹെഡിനകത്ത് തന്നെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ആദ്യമേ തന്നെ പറയാം, നമ്മൾ ഇത്രയും നാള് പഠിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് അല്ല ഏതിന്റെ പ്രോഫിറ്റ്, ഇൻകം ടാക്സ് പ്രകാരമുള്ള പ്രോഫിറ്റ്. നമ്മൾ ഇത്രയും നാള് പഠിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിന്റെ റൂൾസോ അല്ല നമുക്ക് ഏതിനകത്ത് ചെയ്യാനുള്ളത്, ഇൻകം ടാക്സ് പ്രകാരം ചെയ്യാം. ഇവിടെ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ പോലും ഡിഫറെന്റ് ആണ് അല്ലെ. നിങ്ങൾ ഇത്രയും നാള് നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ അക്കൗണ്ട്സിനകത്ത് എവിടെയാണെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ പ്രോബ്ലം വരച്ച് ഈ ആണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് പ്രോബ്ലത്തിനകത്ത് ഡിപ്രീസിയേഷൻ ഇത്ര ശതമാനമാണെന്ന് തന്നിട്ടുണ്ടാവും. സോ നമ്മൾ അസറ്റ് എടുക്കുന്നു, അസറ്റിൽ അത്രയും ശതമാനം ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ എക്സ്പെൻസസ് ആയിട്ട് ചാർജ് ചെയ്യുന്നു. പക്ഷേ ഇൻകം ടാക്സിനകത്ത് അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻസോ അങ്ങനെയുള്ള റൂളോ അല്ല. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കുറെ അധികം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് പ്രകാരം ഇൻകം ടാക്സ് പ്രകാരമുള്ള എന്ത് കിട്ടുള്ളൂ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കിട്ടും. മനസ്സിലായോ? സോ ആസ് പെർ സെക്ഷൻ 28 കുറെ കാര്യങ്ങൾ ടാക്സബിൾ ഇൻകം ആണ്. ഏത് പ്രകാരം, PGBP പ്രകാരം ടാക്സബിൾ ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ആദ്യത്തെ പറഞ്ഞത് നോർമൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ കുറിച്ചാണ്. ആ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പക്ക ഇൻകം ടാക്സിന്റെ റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് മാത്രം അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കിട്ടേണ്ട പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? അത് എങ്ങനെയാണ് കിട്ടണത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഏത് പ്രകാരം നമ്മുടെ ഇൻകം ടാക്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് കിട്ടണം എന്ന് നോക്കാം. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L. ഓക്കെ, അതിൽ നിന്ന് ആഡ് എക്സ്പെൻസസ് ഡിസലൗഡ് ഓർ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് ഡിസലൗഡ് മീൻസ് അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ അതായത് ഇൻകം ടാക്സ് പ്രകാരം ആ ഒരു എമൗണ്ടിനെ ആ ഒരു എക്സ്പെൻഡിച്ചറിനെ അഡ്മിസിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നെറ്റ് പ്രോഫിറ്റിനകത്ത് അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അതും അല്ലെങ്കിൽ ഏത് പ്രകാരം ഇൻകം ടാക്സിന് പ്രകാരം പറയുന്ന P&L പ്രകാരം അതിനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് അക്വയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ തിരിച്ചാക്കാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ചുമ്മാ മനസ്സിന് ഒരു P&L അക്കൗണ്ട് കൊണ്ടുവന്നേ, ആ P&L അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു 50,000 രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു P&L അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരാം. ആ P&L അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 50,000 രൂപീസ് കിടക്കുന്നുണ്ട്. അതിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിനകത്ത് റെന്റ് ഫ്രം ഓൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെന്റ് ഫോർ ഓൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം, ഒരു 10,000 രൂപീസ്. ഓക്കെ, അതായത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിക്ക് നമ്മൾ വാടക കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ ആ 10,000 രൂപീസ് ചാർജ് ചെയ്തിട്ടാണ് നമുക്ക് 50,000 രൂപീസ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്.
സോ ഇവിടെ നോക്കേ ആ 10,000 rupees ഇൻകം ടാക്സ് പ്രകാരം അഡ്മിസിബിൾ അല്ലെങ്കിലും ഓക്കെ സോ ഒരു പി ആർ അക്കൗണ്ട് ആലോചിക്കുക 50,000 rupees അതിന്റെ പ്രോഫിറ്റ് ഉണ്ട് 10,000 rupees ഈ പറയുന്നത് പോലെ ഇൻകം ടാക്സ് പ്രകാരമുള്ള അഡ്മിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ല പ്രോഫിറ്റ് അല്ല അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് അല്ല സോ അവിടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞിരിക്കുന്ന 50,000ന്റെ കൂടെ നമുക്ക് ഏതും കൂടെ ആഡ് ചെയ്യേണ്ടി വരും ആ 10,000 കൂടെ ആഡ് ചെയ്യും അല്ലെ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ആ പ്രോഫിറ്റിന്റെ കൂടെ നമുക്ക് ഏത് ആഡ് ചെയ്യാം ഈ പറഞ്ഞ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം മനസ്സിലായി ഇവിടെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ വേറെ ഹെഡിനെ ചാർജ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചേഴ്സും കൂടെ വരും അല്ലെ അങ്ങനെയും കൂടെ കയറി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇവിടെ ആഡ് ആക്കി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് അതാത് ഹെഡിൽ ട്രീറ്റ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചേഴ്സ് ആണ് അതായത് നിങ്ങളുടെ പി ആർ അക്കൗണ്ടിനകത്ത് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിൽഡിങ്ങോ റിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക ഓക്കെ അത് ഹൗസ് പ്രോപ്പർട്ടി പ്രകാരം വരേണ്ട ഒരു ഇൻകമാണ് സോറി എക്സ്പെൻഡിച്ചർ ആണ് സോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ഹെഡിനകത്ത് കയറി വരാൻ സാധ്യതയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളുടെ പി ആർ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റും ആഡ് ചെയ്തേ പറ്റും സോ ഫസ്റ്റ് സ്റ്റെപ്പ് പി ആർ പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു അതിന്റെ കൂട്ടത്തിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് പ്രകാരം അതിനെ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിലോ നമ്പർ 1 നമ്പർ 2 വേറെ ഹെഡിനകത്ത് കയറി വരാൻ സാധ്യതയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിലോ നമ്മൾ അത് രണ്ടും ആഡ് ആക്കി മനസ്സിലായോ and less income credited in profit and loss account under other heads of income ഈ പറഞ്ഞതുപോലെ ഇൻകം സോറി എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പി ആർ അക്കൗണ്ട് നമ്മളിപ്പോ മനസ്സിൽ കണ്ട 50,000 വരുന്ന പി ആർ അക്കൗണ്ട് എന്ന് ആലോചിച്ച് ആ പി ആർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 എഴുതിയിട്ടുണ്ട് ഓക്കെ ചുമ്മാ നിങ്ങൾ ആ മനസ്സിൽ ആലോചിച്ച ആ പി ആർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 rupees എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ചുമ്മാ ഓക്കെ അത് നോക്കി അത് ആ 5,000 വരുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലാണ് സോ ഇങ്ങനെ ആ പി ആർ അക്കൗണ്ടിനകത്ത് വേറെ ഏതെങ്കിലും ഹെഡിൽ വരാൻ സാധ്യതയുള്ള ഓക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ ഇവിടെ ഇപ്പോ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഏത് പ്രകാരമുള്ള ഇൻകം ടാക്സിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിനെ അങ്ങ് മൈനസ് ചെയ്യും മനസ്സിലായോ സപ്പോസ് ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം അസറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ആ ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതർ സോഴ്സിനകത്ത് കയറി വരണം അല്ലാതെ നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻകം കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള പി ആർ നിന്ന് അതിനെ എന്ത് ചെയ്യണം അതിനൊക്കെ മൈനസ് ചെയ്ത് കളയാം മനസ്സിലായോ and the last one expenses not debited to profit and loss account allowed as per the provision നമുക്ക് എളുപ്പം നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ കണക്ട് ചെയ്ത് പറയാം അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം അതിനെ ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം അങ്ങനെ ഒരു അഡീഷണൽ എമൗണ്ട് വരും അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം മനസ്സിലായോ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഏതാ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം റവന്യൂ മാത്രമേ വരുള്ളൂ പക്ഷെ ഇൻകം ടാക്സ് പ്രകാരം ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അവിടെ നോക്കി സോ നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ 50,000 രൂപ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിനകത്ത് ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ല സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് പ്രകാരമുള്ള നമ്മുടെ ഇൻകം ടാക്സ് പ്രകാരമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും ചെറിയൊരു കാര്യമല്ല ഇവിടെ അഡ്മിസിബിൾ ഏതാണ് ഇൻഅഡ്മിസിബിൾ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട വേണം സോ വൺസ് അഗൈൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ പ്രോഫിറ്റ് ആസ് പെർ പി ആർ അക്കൗണ്ട് ചെയ്തു അതിന്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ബാക്ക് ചെയ്തു നമ്മുടെ പി ആറിനകത്ത് ഇൻഅഡ്മിസിബിൾ ആയിട്ട് ഏതെങ്കിലും ഇൻകം ടാക്സ് പ്രകാരം അഡ്മിസിബിൾ ആവാത്ത ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ കിടപ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു എന്നിട്ട് വേറെ ഹെഡിനകത്ത് വരാൻ സാധ്യതയുള്ള ഇൻകംസ് നമ്മുടെ പി ആർ അക്കൗണ്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തു ആൻഡ് ഇതുവരെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് എടുക്കാത്ത പക്ഷെ ഇൻകം ടാക്സ് പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ മൈനസ് ചെയ്യുന്നു നമുക്ക് എന്ത് കിട്ടും ഇൻകം ഫ്രം ബിസിനസ് ആസ് പെർ ഇൻകം ടാക്സ് ഓക്കെ കിട്ടും മനസ്സിലായോ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക ഈ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും ഓക്കെ ഇവിടെ നോക്കി ഏറ്റവും പ്രധാനമായിട്ടുള്ള സാഹചര്യമാണ് എന്തൊക്കെയാണ് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണ് ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് അതായത് ഇൻകം ടാക്സ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ പി ആർ അക്കൗണ്ടിനകത്ത് ഒരു എമൗണ്ടിനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വേണം മനസ്സിലായോ സോ ക്ലാസ് കഴിയുന്നത് വരെ ഒരു പി ആർ അക്കൗണ്ട് തന്നെ മനസ്സിൽ കണക്കാക്കാം ആ പി ആർ അക്കൗണ്ടിനകത്ത് നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ കുറെ എക്സ്പെൻഡിച്ചേഴ്സ് എഴുതാം റെന്റ് റൈറ്റ്സ് ടാക്സ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സ്പെൻഡിച്ചേഴ്സ് എഴുതാം
പക്ഷെ അത് ഇൻകം ടാക്സിലോട്ട് കടത്തി വരികയാണെങ്കിൽ കുറെ നമുക്ക് ജനറൽ റൂൾ പറയുന്നുണ്ട്. ആ റൂൾ അനുസരിച്ചിട്ട് കയറി വരുന്ന എക്സ്പെൻസിനെ മാത്രമേ അഡ്മിസിബിൾ ആയിട്ട് നോക്കണം. സോ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചേഴ്സ്, ഓക്കെ, ഏതൊക്കെയാണ് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻഡിച്ചേഴ്സ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, എക്സ്പെൻഡിച്ചർ അലോട്ട് ആസ് ജനറൽ ഡിഡക്ഷൻ, അതായത് സ്പെസിഫിക് ഡിഡക്ഷൻസ് ആൻഡ് ജനറൽ ഡിഡക്ഷൻസ്, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിനകത്ത് ജനറൽ ഡിഡക്ഷൻസിനകത്ത് അതായത് ഒരു എമൗണ്ടിനെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഒരു എമൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാൻ പോവാണ്. അങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് രീതിക്കാണ് ഡിഡക്ഷൻസ് പറഞ്ഞത്. ഒന്നിനെ ജനറൽ ഡിഡക്ഷൻ എന്നും ഒന്നിനെ നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷൻസ് എന്നും പറയും. ഇവിടെ ജനറൽ ഡിഡക്ഷൻ ആവണമെങ്കിൽ ക്രൈറ്റീരിയാസ് നോക്കി, ക്യാപിറ്റൽ ലോസസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അതായത് നോർമൽ കേസിനകത്ത് നമ്മുടെ പി&എൽ അക്കൗണ്ട് പ്രകാരം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ച് മാത്രമേ എഴുതുള്ളൂ. ഏതിനെ ട്രീറ്റ് ചെയ്യാറില്ല, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനെ ട്രീറ്റ് ചെയ്യാറില്ല. മനസ്സിലായോ? നോർമൽ കേസിനകത്ത് ഇൻകം ടാക്സിനാണെങ്കിലും ശരി, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്താണെങ്കിലും ശരി, ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ ഇൻകം ടാക്സിനകത്ത് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ആസ് പെർ ജനറൽ ഡിഡക്ഷൻ നിങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രം എടുത്താൽ മതി. പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിനകത്ത് നിങ്ങളോട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. ഒരു സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം വരും. ആ സയന്റിഫിക് റിസർച്ചിനകത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യും. അത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, എത്ര ശതമാനമാണ് ക്ലെയിം ചെയ്യേണ്ടത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? സോ ഓർത്തിരിക്കേണ്ട നമ്പർ 1, റവന്യൂ നാച്ചുറൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഈ പറഞ്ഞതുപോലെ നമ്മുടെ പി&എൽ എടുക്കാം. ക്യാപിറ്റൽ നാച്ചുറൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇൻകം ടാക്സിന് എവിടെയെങ്കിലും ഒരു റൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ, എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ അസസബിൾ ബിസിനസ്. ദാറ്റ് മീൻസ് ഇവിടെ അസസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസിന്റെ ഇൻകംസ് മാത്രമേ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഈ പറയുന്ന നോൺ അസസബിൾ ബിസിനസ് അതിന് വേണ്ടിയിട്ട് മുടക്കുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഓക്കെ, അതിനെ നമ്മുടെ പി&എൽ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങളുടെ പി&എൽ അക്കൗണ്ടിനകത്ത് എക്സ്പെൻഡിച്ചർ സൈഡിനകത്ത് നോൺ അസസബിൾ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സ്പെൻഡിച്ചർ മുടക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആ എമൗണ്ട് എന്ത് ചെയ്ത് കാണിക്കണം, add it here. And the third one, expenditure must related to the business of the assessor. Already പറഞ്ഞ ബിസിനസിന്റെ ആയിരിക്കണം, അസസിന്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ലെസ് ചെയ്യാൻ പാടുള്ളൂ. ആന്റിസിപ്പേറ്റഡ് ലോസ് ഓർ എക്സ്പെൻഡിച്ചർ. ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമല്ല, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസോ എക്സ്പെൻഡിച്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് ചെയ്യാവൂ, മൈനസ് ചെയ്യാവൂ. അല്ലെ, ഇപ്പൊ ഒരു ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം ആണോ. എന്നിട്ട് ആ പ്രൊവിഷൻസിനെ നമ്മൾ ഏത് പ്രകാരം നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ചാർജ് ചെയ്യും. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് നിന്ന് മൈനസ് ചെയ്താണ്. അല്ലെ, നമ്മൾ സാധാരണ കാണാറുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് പി&എൽ അക്കൗണ്ടിനകത്ത് ഈ പറയുന്ന പോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ വേറെ ഏതെങ്കിലും കൺകറന്റ് ലയബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ പ്രൊവിഷൻ ആയിട്ട് ആന്റിസിപ്പേറ്റഡ് ലോസ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട്. പക്ഷെ ഇൻകം ടാക്സ് പ്രകാരം അങ്ങനെ എടുത്തു വെക്കണമെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സ്പെസിഫിക് കണ്ടീഷൻസോ റൂൾസോ പറയാത്തിടത്തോളം കാലം, ദാറ്റ് മീൻസ് ഈ പറയുന്ന പോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിനെ കുറിച്ചോ ബാക്കിയുള്ളതിനെ കുറിച്ചോ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസോ കണ്ടീഷൻസോ പറയാത്തിടത്തോളം കാലം ഒരു കാരണവശാലും എന്ത് ട്രീറ്റ് ചെയ്യരുത്, ഈ പറയുന്ന ആന്റിസിപ്പേറ്റഡ് ലോസസോ ഓർ എക്സ്പെൻഡിച്ചേഴ്സോ ട്രീറ്റ് ചെയ്യരുത്. The next one, notional expenditures. Notional expenditures means it's not an actual one. Okay, അത് എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊപ്പറേറ്ററിന്റെ പേരിലുള്ള ബിൽഡിങ്ങിൽ പ്രൊപ്പറേറ്റർ തന്നെ റെന്റ് എടുക്കും, അതൊരു നോഷണൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിനകത്ത് നമ്മൾ തന്നെ റെന്റ് എഴുതിയെടുക്കും. ഓക്കെ, അതൊരു നോഷണൽ എക്സ്പെൻഡിച്ചർ. സോ ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള നോഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് കയറി വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. And the next one, odds to proof. That means odds to proof lies with the assessing. അതായത് ഇതിന്റെ സാഹചര്യങ്ങൾക്ക് ഏതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കയറി വരികയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം, തെളിയിക്കേണ്ട ബാധ്യത ആരുടെ തന്നെയാണ്, അസസിന്റെ തന്നെയാണ്.
മനസ്സിലായോ? സോ ഒരു പിയാങ്കില് മനസ്സിൽ കൊണ്ടുവരിക. ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്താലേ നിങ്ങൾക്ക് നന്നായിട്ട് ഈ സാധനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ ആ പിയാങ്കിൾ അക്കൗണ്ടിനകത്ത് എക്സ്പെൻഡിച്ചർ സൈഡിനകത്ത് നിങ്ങൾ ഒരു എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ആസ് പെർ ജനറൽ ഡിഡക്ഷൻ അത് റവന്യൂ നാച്ചുറൽ ഐറ്റം ആയിരിക്കണം. ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റം ആണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് റൂൾ പറഞ്ഞിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ, അത് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം, അല്ലാതെ നോൺ അസസബിൾ ഇൻകം കിട്ടാനുള്ള ബിസിനസ്സിൽ നിന്നാവരുത്. ആൻഡ് തേർഡ് വൺ, ആന്റിസിപ്പേറ്റഡ് ലോസസ് ഓഫ് ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പാടില്ല, തിരിച്ച് ഹാൻഡ് ബാക്ക് ചെയ്യണം. ആൻഡ് ഒരു കാരണവശാലും നോഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് എവിടെ എഴുതാൻ പാടില്ല, ഈ ആൾ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാൻ പാടില്ല. മനസ്സിലായോ? ആൻഡ് ലാസ്റ്റ് വൺ, എന്തെങ്കിലും കേസിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സാഹചര്യങ്ങളിൽ ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അസസറാണ്. മനസ്സിലായോ? ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ജനറൽ ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായാൽ നമുക്ക് അടുത്തതിനകത്ത് സ്പെസിഫിക് ഡിഡക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ജനറൽ ഡിഡക്ഷൻസ് മനസ്സിലായാൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഡിഡക്ഷൻസിനെ കുറിച്ചാണ്. അത് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. സോ എന്താണ് സ്പെസിഫിക് ഡിഡക്ഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 29 ഇൻകം അണ്ടർ ദിസ് ഹെഡ് വിൽ ബി കമ്പ്യൂട്ടഡ് കൺസിഡറിംഗ് ദ പ്രൊവിഷൻ സെക്ഷൻ 30 മുതൽ സെക്ഷൻ 43DB വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്പെസിഫിക് ഡിഡക്ഷൻസും അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ which decided the admissibility of expenditure for computing income under this head. മനസ്സിലായോ? അതായത് ആദ്യം പറഞ്ഞ കേസിനകത്ത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് പറഞ്ഞിട്ടില്ല. സെക്ഷൻ 36 നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. നമ്മളത് ബേസിക് ആയിട്ട് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ സെക്ഷൻ 30 തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെസിഫിക് ആയിട്ട് കയറി വരുന്ന ഡിഡക്ഷൻസ് കേട്ടോ. സോ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ഒരു പിയാങ്കിൾ അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. ആ പിയാങ്കിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഇനി പറയാൻ പോകുന്ന ഹെഡിനകത്ത് നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാം. ആ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് കൂടെ ഇൻകം ടാക്സ് റൂൾസ് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഓക്കെ, റെന്റ്, റേറ്റ്സ്, ടാക്സ്, റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ സെക്ഷൻ 30. അതായത് നിങ്ങളുടെ ബിസിനസ് ഇരിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ നിങ്ങൾ റെന്റ് കൊടുക്കുകയാണെങ്കിലോ, ആ ബിൽഡിങ്ങിന്റെ റൈറ്റ്സോ ടാക്സോ കൊടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പയേഴ്സോ ഇൻഷുറൻസോ പേ ചെയ്യുകയാണെങ്കിലോ ആ എമൗണ്ടിനെ ഇയാളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ആസ് പെർ സെക്ഷൻ 30. പക്ഷേ ഇവിടെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ബിൽഡിംഗ്. The building is to be used for the purpose of business or profession. However, if the business is not exclusively used for the purpose of business or profession, then deduction shall be restricted to a higher proportion. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2 നില ബിൽഡിംഗ് ആണ്. ഓക്കെ, അതിന്റെ മുകളിൽ നിങ്ങൾ താമസിക്കുകയും താഴെയാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നടത്തുകയും ചെയ്യണമെന്ന് വിചാരിക്കുക. റെന്റ് ഒരു 20,000 രൂപയാണ് റെന്റ് കൊടുക്കുന്നതെങ്കിൽ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചാർജ് ചെയ്യാവൂ, നിങ്ങളുടെ ബിസിനസിനകത്ത് നമ്മുടെ റെന്റ് ആയിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ, സാധാരണ രീതിയിൽ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ റെന്റ് ഫുൾ ആയിട്ട് പിയാങ്കിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുകളിൽ വീട് നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി, അതായത് നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ടും താഴെയാണ് ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിലും അവിടെ ആ ഫെയർ പ്രൊപ്പോർഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് റെന്റ് ആയിട്ട് എഴുതാം. അതായത് രണ്ടാമത്തെ സിറ്റുവേഷൻസിനകത്ത് പിയാങ്കിൾ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 20,000 രൂപ റെന്റ് എഴുതാൻ പാടില്ല. ഏത് മാത്രമേ പാടുള്ളൂ? 10,000 rupees മാത്രമേ പാടുള്ളൂ. ആൻഡ് നമ്പർ 2, notional rent. Rent paid to the proprietor is disallowed, but rent paid by firm to its partners for using its premises is an allowable expenditure. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ സ്വന്തം ബിൽഡിംഗ് ആണ്. ഓക്കെ, എന്റെ സ്വന്തം ബിൽഡിങ്ങിനകത്താണ് ഞാൻ റെന്റ് എഴുതിയെടുക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റെന്റ് നോഷണൽ റെന്റ് ആണ്, അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് അഡ്മിസിബിൾ അല്ല, ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ കുറച്ച് പേരും കൂടെ ഒരു ബിസിനസ് തുടങ്ങി, അതൊരു ഫേം ആക്കി രജിസ്റ്റർ ചെയ്തു. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫേം ആക്കി രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഇനി ആ ഫേം നിൽക്കുന്നത് എന്റെ ബിൽഡിങ്ങിലാണ്. ഞാനാണ് മിസ്റ്റർ എ, നിങ്ങൾ മിസ്റ്റർ ബി, മിസ്റ്റർ സി. നമ്മൾ 3 പേരും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനെ ഫേം ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ആ ബിസിനസ് ഇപ്പൊ നടക്കുന്ന അല്ലെങ്കിൽ ആ ഫേം ഇപ്പൊ റൺ ചെയ്യുന്നത് എന്റെ ബിൽഡിങ്ങിനകത്താണ്. സോ ഞാൻ പറയുകയാണ്, എനിക്ക് 20,000 രൂപ എന്റെ റെന്റ് ആയിട്ട് കിട്ടണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഫേമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തരുന്ന 20,000 രൂപ ഫേമിന്റെ പിയാങ്കിൾ അക്കൗണ്ടിനകത്ത് എക്സ്പെൻഡിച്ചർ ആയിട്ട് കിട്ടിയത്. എന്റെ എന്താ പറയുന്നത്, എനിക്ക് അത് ഇൻകം ആണ്. ABC എന്ന് പറയുന്ന ഫേമിന് ആ 20,000 രൂപ റെന്റ് ആയിട്ട് കിട്ടിയത്. സോ ഒരു സിംഗിൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ അങ്ങേര് സ്വന്തം ബിൽഡിങ്ങിന് റെന്റ് വാങ്ങിക്കുവാണെങ്കിൽ അങ്ങേരുടെ കോൺസെപ്റ്റില് അങ്ങേരുടെ PGBP കാണുന്ന നേരത്ത് അത് നോഷണൽ റെന്റ് ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊരു ഫേം ആണെങ്കിൽ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം,
എന്ത് ചെയ്യാം, ആ ഫേമിന് പാർട്ട്ണർക്ക് റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പാർട്ട്ണർക്ക് റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. സോ എന്ത് ചെയ്യാം, ഫേമിന് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തത് current repairs versus capital repairs. Only current repairs are allowed as deduction, capital repairs are not allowed. അതായത് ഈ പറയുന്ന പോലെ ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗ് ആണ്, ബിൽഡിങ്ങിന്റെ റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ അഡ്വാൻറ്റേജസ് കൂടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റിപ്പയർ ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ 3-4 ബിൽഡിംഗ് ആണ്, പൊക്കത്ത് ഒരു നിലയും കൂടെ എടുക്കുന്നു, അപ്പൊ 4 നില ബിൽഡിംഗ് ആയി. അത് ഒരിക്കലും കറണ്ട് റിപ്പയറിംഗ് അല്ല, അത് ക്യാപിറ്റൽ റിപ്പയറിംഗ് ആണ്. സോ അതിനെ അലവബിൾ ആയിട്ട് ചെയ്യാൻ പാടില്ല. കറണ്ട് ഇയറിനകത്ത് കയറി വരുന്ന റവന്യൂ നാച്ചുറലിനകത്തുള്ള എക്സ്പെൻഡിച്ചേഴ്സിന്, റിപ്പയർസിനെ മാത്രമേ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവൂ, നമ്മുടെ കറണ്ട് റിപ്പയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാവൂ. അതിനെ മാത്രമേ നമുക്ക് നമ്മുടെ PRL-നകത്ത് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെയ്യാവൂ. ആൻഡ് മുനിസിപ്പൽ ടാക്സസ്, റെന്റ് റൈറ്റ്സ്, okay, including land revenue, municipal tax etc. are deductible on cash basis. അതായത് ഓർത്തിരിക്കേണ്ടത്, മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ബേസിനകത്തായിരിക്കണം, ക്യാഷ് ബേസിനകത്തായിരിക്കും. ഡ്യൂ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അത് ക്യാഷ് ബേസിനകത്തായിരിക്കണം. നിങ്ങൾ അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യൂ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻകം ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി, എന്നിട്ട് നമ്മൾ PRL അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലവബിൾ ആവണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കി, എന്നിട്ട് നമ്മളോട് പറഞ്ഞു സെക്ഷൻ 30 തൊട്ടാണ് അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ പറയണേ. അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയണേ ഏത് സ്പെസിഫിക് ആയിട്ട്. അതിനകത്ത് ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ബിൽഡിങ്ങിന്റെ റെന്റോ റൈറ്റ്സോ ടാക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്, നമുക്ക് ചാർജ് ചെയ്യും. ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, പ്രൊപ്പോർഷൻ അടിസ്ഥാനത്തിലാണെങ്കിൽ എക്സ്പെൻഡിച്ചറും അങ്ങനെ പ്രൊപ്പോർഷൻ തന്നെ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിക്ക് നമ്മൾ റെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് നോഷണൽ റെന്റ് ആണ്, അഡ്മിസിബിൾ അല്ല. പക്ഷെ പാർട്ട്നേഴ്സിന് ഫേം കൊടുക്കുകയാണെങ്കിൽ ഫേമിന് അത് അഡ്മിസിബിൾ ആണ്. ഓക്കെ, കറണ്ട് ഇയേഴ്സ് റിപ്പയറിംഗ് മാത്രം എടുക്കാവൂ, ക്യാപിറ്റൽ റിപ്പയറിംഗ് എടുക്കാൻ പാടില്ല. കേട്ടോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ഇത്രയാണ് നമുക്ക് സെക്ഷൻ 30 പ്രകാരം പഠിക്കേണ്ടത്. അടുത്തത് സെക്ഷൻ 31. Okay, repairs and insurance of machinery, plant and furniture. അതായത് നമ്മുടെ ബിസിനസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിഷനറി, പ്ലാന്റ്, ഫർണിച്ചർ, ഇതിന് വേണ്ടി വരുന്ന റിപ്പയേഴ്സ്, ഇൻഷുറൻസ്. നേരത്തെ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ അത് മാറി മിഷനറി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറി ആയി. മനസ്സിലായോ? അവിടെ okay, the use of asset must be used for the purpose of business or profession. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മിഷനറിയും പ്ലാന്റും ഫർണിച്ചറും എല്ലാം എന്തിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം, ബിസിനസിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, കറണ്ട് റിപ്പയേഴ്സ് വേഴ്സസ് ക്യാപിറ്റൽ റിപ്പയർ. നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് ഇയർ റിപ്പയർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, ക്യാപിറ്റൽ റിപ്പയേഴ്സ് എന്ന് പറയുന്ന സാധനം എടുക്കില്ല. And the third one, rent of furniture, plant or machinery as per section 37(1). അതായത് rent for furniture, plant or machinery. അതായത് ഇവിടെ ഈ സെക്ഷൻ 31-നകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതിനെ കുറിച്ച് മാത്രമാണ്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ റിപ്പയേഴ്സ് ഇതിനെ കുറിച്ച് മാത്രം. റെന്റ് പറയുന്നത് ഏത് പ്രകാരമുള്ള സെക്ഷനാണ്, സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം. അത് നമുക്ക് അവിടെ എന്തും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 30 ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആസ് പെർ സെക്ഷൻ 31 നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബിസിനസ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മിഷനറിനെ കുറിച്ച്. മനസ്സിലായെങ്കിൽ അടുത്തത് നെക്സ്റ്റ് വൺ നമ്മൾ സെക്ഷൻ 33 ആണ് ഡിസ്കസ് ചെയ്യാൻ. ഇതിനിടയിൽ ഒരു സെക്ഷൻ 32 വരും, ഡിപ്രീസിയേഷൻ. അത് കുറച്ച് കാര്യങ്ങളല്ല, അത് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ആ ഡിപ്രീസിയേഷൻ എലമെന്റിനെ കുറിച്ച് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തേ പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ഡിപ്രീസിയേഷനെ കുറിച്ച് പഠിക്കാം. അടുത്ത വീഡിയോ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷനെ കുറിച്ച് പഠിക്കാം. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻ 33A-B പ്രകാരം പോവാം. കുറച്ചധികം കാര്യങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് സെക്ഷൻ 33A-B. ഓക്കെ, സ്പെഷ്യൽ ഡിഡക്ഷൻ ഫോർ അസസിംഗ് എൻഗേജ് വിത്ത് ടീ, കോഫി ഓർ റബ്ബർ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ്. അതായത് അസസിന്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടീ, കോഫി ഓർ റബ്ബർ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആയിരിക്കണം. ഇവിടെ ബേസിക്കലി പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പറഞ്ഞ ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും റബ്ബർ ആണെങ്കിലും ഇതൊരു അഗ്രികൾച്ചറൽ ഇൻകമാണ് അല്ലെ. പക്ഷെ നമുക്കുണ്ടാവുന്ന കോഫി ആണെങ്കിലും നമുക്കുണ്ടാവുന്ന റബ്ബർ ആണെങ്കിലും നമുക്കുണ്ടാവുന്ന ടീ ആണെങ്കിലും ഇതിനെ ഒരു പ്രോസസ് ചെയ്യാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പാടില്ല അല്ലെ. ഇപ്പൊ കാപ്പിക്കുരു ആണെങ്കിലും ഇപ്പൊ ചായയുടെ ഇലയാണെങ്കിലും നമ്മൾ വലിച്ച് അങ്ങനെ തന്നെ സെയിൽ ചെയ്യാറുണ്ട്. ഇതിന് അതേപോലെ തന്നെ റബ്ബറിനെ എന്താ പറയാ, റബ്ബറിനെ ഷീറ്റ് ആക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇതിൽ നിന്ന് ഉണ്ടാവുന്നത് ഒരു അഗ്രികൾച്ചറൽ ഇൻകം മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കൊണ്ടുവരുന്നത്. സോ ഒരു അസസിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ടീ, റബ്ബർ, കോഫി ആണ് എഴുതുന്നത്. ഓക്കെ, അങ്ങേർക്ക് ഒരു എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, applicable to all associates carrying on business of growing and manufacturing of the following in India. ഏതൊക്കെ? ടീ, കോഫി or rubber.
ഇന്ത്യക്കകത്ത് ഇത് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണെങ്കിൽ അവർക്കാണ് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ, assessee must deposit an amount in NABARD in account approved by tea board, coffee board or rubber board as a case may be with prior approval of central government. അതായത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ മുഖേന ഈ പറയുന്ന ഒരു എമൗണ്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നബാർഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മുടെ PRL അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. മനസ്സിലായി? നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ഈ പറയുന്ന ഒരു ഡിഫറൻസ് കയറി വരുന്നത്. സോ ഇവിടെ ഒരു സ്പെസിഫിക് അസസിനെ കുറിച്ചാണ് പറയണേ. അസസി ടീ, കോഫി, റബ്ബർ അതിന്റെ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ എന്ത് ചെയ്യാം, അസസിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൽ നിന്ന് അസസിക്ക് ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിനെ എന്താണ് ട്രീറ്റ് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ആ ബിസിനസ് ചെയ്യുന്ന അസസി നബാർഡിലോട്ട് സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് പ്രകാരം ഏതെങ്കിലും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിനെ ഇൻവെസ്റ്റ് എങ്ങനെ എക്സ്പെൻഡിച്ചർ ആവണേ, ആവത്തേ ഇല്ല അല്ലെ. ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്, എക്സ്പെൻഡിച്ചറേ അല്ല. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദാറ്റ് മീൻസ് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ ഏതായിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? മറ്റേ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഏതാ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് അസറ്റ് ആണ്, പക്ഷെ ഇവിടെ അതിനെ അഡ്മിസിബിൾ ആണ്, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And okay, the amount must be deposited within 6 months from the end of the previous year or before the due date of furnishing return, the return of income whichever is earlier. അതായത് എപ്പോഴെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഓക്കെ, നിങ്ങൾ ടീ, കോഫി, റബ്ബർ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കണം. നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നബാർഡിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുമ്പോ അല്ലെങ്കിൽ 6 മാസത്തിന് മുമ്പോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, whichever is earlier എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ ഒരു അക്കൗണ്ടിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, accounts of the assessee should be audited by a chartered accountant and reported auditor in form 3AC is required to be uploaded 1 month prior to the due date of filing return. അതായത് ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ എടുത്തിയാടി നമ്മൾ ഇത്ര എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാനൊന്നും പറ്റില്ല. ഈ പറയുന്ന നബാർഡിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് പ്രകാരമുള്ള അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ PRL അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അഡ്മിസിബിൾ ആയിട്ട് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. ഇനി എത്ര വരെ കാണിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, amount of deduction minimum of the following amounts are deposited or 40% of the profit of such a business computed under the head PGBP before allowing deduction under section 33AB. അതായത് 33AB പ്രകാരം ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നതിന് മുമ്പ് എത്രയാണോ നിങ്ങളുടെ പ്രോഫിറ്റ് ആ പ്രോഫിറ്റിന്റെ 40% വരെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് 80,000 രൂപ നിങ്ങൾ എമൗണ്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ആ 80,000 രൂപ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ടൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എത്രയാണോ നിങ്ങളുടെ പ്രോഫിറ്റ് ആ പ്രോഫിറ്റിന്റെ 40% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളൊരു SSC ടീ, കോഫി ഓർ റബ്ബർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അവര് നബാർഡിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണോ. നബാർഡിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. സെൻട്രൽ ഗവൺമെന്റ് റൂൾ പ്രകാരമായിരിക്കണം. ഡ്യൂ ഡേറ്റിന് മുമ്പോ 6 മാസത്തിന് മുമ്പോ നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഓർ ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് അതിന്റെ 40%, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ 40%, whichever is less. ഓക്കെ, അത്രയും എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? ആൻഡ് നെക്സ്റ്റ്, ഓക്കെ വിഡ്രോവൽ ഫ്രം അക്കൗണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളിപ്പോ നബാർഡിനകത്ത് ഓരോ വർഷവും നമുക്ക് എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബാർഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ആ എമൗണ്ട് നമ്മൾ ഇനി വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കണം എന്നാണ് നോക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നല്ലോ, നിങ്ങൾ ഓരോ ടേമിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി പറയുന്നത് അങ്ങനെ നിങ്ങളൊരു അക്കൗണ്ടിനകത്ത് നിങ്ങൾ കുറെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ വിഡ്രോവലിന്റെ സമയത്ത് നോക്കി
ഡ്യൂറിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് ബിസിനസ്, നിങ്ങൾ ബിസിനസിന്റെ കണ്ടിന്യൂഷൻ ആ ടൈമിൽ തന്നെയാണ്, അതായത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ അത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഓക്കെ not utilized for the specified purposes in the same previous year, then the amount not so utilized shall be treated as income of the year. അതായത് നബാർഡിന് നിങ്ങളോട് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഭാവിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ, നിങ്ങൾ ഈ ബിസിനസിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ അല്ലെ? അങ്ങനെയല്ലേ? ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് ഇയർ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അഡീഷണൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കയറി വരും. ഈ പറയുന്ന ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും റബ്ബർ ആണെങ്കിലും. സോ നിങ്ങളുടെ അടുത്ത് നബാർഡിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തോ, 40% വരെ ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വീട് വെക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഏതിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യണം? നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യണം. സോ ഇപ്പൊ നബാർഡിൽ കിടക്കുന്ന ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ നബാർഡിൽ കിടപ്പുണ്ട്. ആ 5 ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന് ടാക്സബിൾ ആയില്ല. പക്ഷെ ആ 5 ലക്ഷത്തില് 4 ലക്ഷം രൂപ നിങ്ങൾ ബിസിനസിന് വേണ്ടി എടുത്തിട്ട് 1 ലക്ഷം രൂപ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? അതായത് ആ 1 ലക്ഷം രൂപയെ നമ്മൾ നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? സോ നബാർഡിൽ കിടക്കുന്ന എമൗണ്ട് നമ്മളിപ്പോ വിഡ്രോ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഒരു 4, 5, 6 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. വിഡ്രോ ചെയ്യുമ്പോൾ അത് ബിസിനസിന് ഏതിനാ, ഈ ടീ കോഫി റബ്ബർ എന്ന് പറയുന്ന ബിസിനസിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്തായിരിക്കും? എത്രയാണോ അങ്ങനെ ചെയ്യാത്ത എമൗണ്ട് അതിനെ ഏത് വർഷമാണോ വിഡ്രോ ചെയ്യുന്നത് ആ വർഷത്തെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? ഇനി അടുത്ത നോക്കി, ഓൺ ക്ലോഷർ ഓഫ് ബിസിനസ്. അവിടെ ക്ലോഷർ ഓഫ് ബിസിനസ് ഓർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ബിസിനസ് ക്ലോസ് ചെയ്തു, ഇനി ഫേം ആയിരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ടാണ്, ആ ഫേം ഡിസൊല്യൂഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. മനസ്സിലായി? അതായത് ബിസിനസ് ഇനി ഇല്ല, ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നബാർഡിൽ കിടക്കുന്ന എമൗണ്ട് ഫുൾ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അങ്ങനെ വിഡ്രോ ചെയ്തിട്ട് ഇനി ബിസിനസ് ഇല്ല, അതുകൊണ്ട് ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഉറപ്പായിട്ടും ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല, അല്ലെ? ഉറപ്പായിട്ടും ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇനി അടുത്തത്, ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള കാരണം ഡെത്ത് ഓഫ് ടാക്സ് പെയർ മരിച്ചു, അല്ലെങ്കിൽ പാർട്ടീഷൻ ഇൻ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ടീഷൻ ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു 3 സാഹചര്യം വരുവാണെങ്കിൽ അതിന് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്തത് ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഡബിൾ ഡിഡക്ഷൻ ഈസ് നോട്ട് പെർമിസിബിൾ. ദാറ്റ് മീൻസ് where an amount standing to the credit of the assessee in the special account is utilized by the assessee for the purpose of any expenditure in connection with such a business in accordance with the scheme, then such expenditure shall not be allowed in computing the income chargeable under the head PG. അതായത് ആ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബിസിനസിന്റെ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ വീണ്ടും നമുക്കൊരു ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടാണ്, അല്ലെ? ഈ 40% മാറ്റി ഡിഡക്ഷൻ കിട്ടിയിട്ടാണ് നബാർഡിനകത്ത് ഇപ്പൊ 5 ലക്ഷം രൂപ ഉണ്ട്. അതായത് ആ 5 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡിഡക്ട് ചെയ്തു. അതല്ലേ എന്റെ അർത്ഥം? കാരണം എന്താ, ഓരോ ടേമിലും നമ്മൾ അത് ബിയാണ്ട് കൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ 5 വർഷങ്ങളിൽ ഓരോ വർഷം ഓരോ ലക്ഷം രൂപ നമ്മൾ നബാർഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഓരോ ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കുറഞ്ഞായിരിക്കണം, കാരണം അത് അഡ്മിഷനിലാണ് നമുക്ക് മൈനസ് ചെയ്യാം, അല്ലെ? അതൊരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ 5 ലക്ഷം രൂപ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു 3 ലക്ഷം രൂപയുടെ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടായി. ആ 3 ലക്ഷം രൂപയെ ഈ വർഷം വീണ്ടും നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. മനസ്സിലായി? അങ്ങനെ ഇത് ഡബിൾ ഡിഡക്ഷൻ ആയി, അല്ലെ? കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടിയായിരുന്നു, അത് വെച്ച് ആ ഡിഡക്ഷൻ കിട്ടിയ എമൗണ്ട് വെച്ച് ഇപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ നമുക്ക് ഇപ്പോഴും ഡിഡക്ഷൻ കിട്ടും, അത് പാടില്ല. സോ ഇവിടെ ഡബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്ന സാധനമില്ല. അതായത് ഈ നബാർഡിൽ കിടക്കുന്ന പൈസ എടുത്ത് നമ്മൾ ഇപ്പൊ ചെലവാക്കുകയാണെങ്കിൽ ആ ചെലവാക്കിയതിനെ വീണ്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ ഓൺ സെയിൽ ഓഫ് ന്യൂ അസറ്റ്സ്. If any asset is acquired as per the scheme, then such assets cannot be sold or transferred within 8 years from the end of the previous year which it was acquired. അതായത് ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പം 5-6 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ നബാർഡിൽ കിടക്കുന്ന ബാലൻസ് എടുത്തിട്ട് നിങ്ങൾ ഒരു അസറ്റ് വാങ്ങിച്ചു. ഓക്കെ, അത് തീർച്ചയായിട്ടും ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നോക്കിയേ, ആ എമൗണ്ട് കള്ളത്തരത്തിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ആ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ഏതിനു വേണ്ടിയിട്ടായിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ബിസിനസിന് ആവശ്യമേ ഇല്ലാത്ത കാര്യത്തിൽ ബിസിനസിന്റെ പേര് പറഞ്ഞ അസറ്റ് വാങ്ങിച്ചു.
മനസ്സിലായോ? എന്നിട്ട് ആ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്പാടി കിടക്കുന്ന എമൗണ്ടാണ്. സോ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് അത് വേറെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കള്ളത്തരത്തിൽ നിങ്ങൾ അസറ്റ് വാങ്ങിച്ച അസറ്റ് നിങ്ങൾ അപ്പൊ തന്നെ സെയിൽ ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പൊ കിട്ടുന്നത് ബിസിനസ് ഇൻകം അല്ലല്ലോ. കാരണം എന്താ, അസറ്റ് സെയിൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇവിടെ പറയുന്നത് അങ്ങനെ ആ നബാർഡിൽ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് എടുത്ത് നിങ്ങൾ ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് മിനിമം 8 വർഷമെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. ഇനി 8 വർഷത്തോടെ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന എമൗണ്ട് കിട്ടിയ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്രയാണോ അതിന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ കുറെ കാര്യങ്ങളായി ഈ പറയുന്ന രീതിക്ക് അത് കോഫി ടീ റബ്ബർ എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് അനുസരിച്ചിരിക്കണം, മാക്സിമം 40% പ്രോഫിറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഓർത്തിരിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കേണ്ടതാണ്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. അതായത് the first one, tea growing and manufacturing business ആണെങ്കിൽ 40% മാത്രമേ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. And the next one, ഇനി കോഫി ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണെങ്കിൽ 25% or 40%. രണ്ട് ക്രൈറ്റീരിയ, രണ്ട് കാറ്റഗറി ആണ് നമ്മളോട് പറയുന്നത്. And the third one, rubber growing and manufacturing business ആണെങ്കിൽ 35%. അതായത് നമുക്ക് നമ്മൾ ആദ്യമേ തുടങ്ങിയത് അങ്ങനെയാണ് അല്ലെ, അതായത് ഇതിന്റെ ഒരു സെർട്ടൈൻ പെർസെന്റേജ് വരെ മാത്രമേ നമുക്ക് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ, നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. സോറി, ഒരു സെർട്ടൈൻ പെർസെന്റേജ് മാത്രമേ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, ബാക്കി നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. സോ ഇവിടെയും പറയുന്നത് ഇത്രയാണ്. ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കോഫിയോ ടീയോ റബ്ബറോ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് നിന്ന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്രയും ശതമാനം വരെ മാത്രമേ നമ്മൾ അതിന്റെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യണേ, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയേ, ഇൻകം ഫ്രം ബിസിനസ് മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB. ഇപ്പൊ പഠിച്ചതാണ് 33AB. ഈ 33AB പ്രകാരമുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. ബാലൻസ് കിട്ടുന്ന ഇൻകം എത്രയാണോ അതിന്റെ ഇത്രയും പെർസെന്റേജ് വരെ മാത്രമേ നമുക്ക് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ബാലൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ തുടങ്ങിയതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. സോ അഡ്മിസിബിൾ എന്താണ്, ഇൻഅഡ്മിസിബിൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി വരുന്ന ഇൻഅഡ്മിസിബിളും അഡ്മിസിബിളും ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ച് കാണാം. ഓക്കെ, ബൈ.